ശൂന്യമാം കല്ലറയ്ക്കൽ മറിയ ദുഃഖത്തോടെ നോക്കി നിന്നു. യേശുദേവൻ പ്രത്യക്ഷനായി ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു. ശിഷ്യരോടു വേഗം ചെന്നു ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ നിയോഗം നൽകി കർത്താവ്. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തനിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന അനേക സ്ത്രീകളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അവരിൽ ചിലരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം. മിസ്രൈമിൽ നിന്നുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലിനു വേണ്ടി ദൈവം ഉപയോഗിച്ച വ്യക്തിയാണ് മോശ. മോശയുടെ ജനനസമയത്ത് ആവശ്യമായ ശുശ്രൂഷകൾ നിർവഹിച്ചത് എബ്രായ സൂതികർമ്മിണികളായ ഷിപ്രയും പൂവയും ആയിരുന്നു. കുട്ടികളുടെ ജനനത്തെക്കുറിച്ച് സൂതികർമ്മിണികൾക്ക് ഫറവോ നൽകിയിരുന്ന കൽപ്പന കുട്ടി ആണാകുന്നുവെങ്കിൽ കൊല്ലണമെന്നും പെണ്ണാകുന്നുവെങ്കിൽ ജീവനോട് സൂക്ഷിക്കണം എന്നും ആയിരുന്നു. എന്നാൽ സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടതിനാൽ ഫറവോൻ്റെ കൽപ്പനയെ നിരസിച്ച് അവർ മോശയെ ജീവനോട് സൂക്ഷിച്ചു. ഈ പ്രവൃത്തിയിൽ കൂടി ഷിപ്രയും പൂവയും മിസ്രൈമി അടിമത്തത്തിൽ നിന്നുള്ള ഇസ്രായേലിൻ്റെ വിടുതലിനായി ദൈവം പ്ലാൻ ചെയ്ത പദ്ധതിയിൽ പങ്കുചേരുകയാണ് ചെയ്തത്. മോശക്കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ച മാതാപിതാക്കന്മാർക്ക് മോശയെ പിന്നീട് ഒളിപ്പിച്ചു വയ്ക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ഒരു ഞാങ്ങണ പെട്ടകത്തിൽ നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. നദിയിൽ കുളിക്കുവാൻ വന്ന ഫറവോൻ്റെ പുത്രി നദിക്കരയിൽ കുഞ്ഞിനെ കാണുകയും അവനോട് അലിവ് തോന്നുകയും ചെയ്തു. ഈ സമയം മോശയുടെ പെങ്ങളുടെ ഇടപെടൽ മൂലം മോശയ്ക്ക് അവൻ്റെ മാതാപിതാക്കന്മാരുടെ പരിചരണത്തിൽ ദൈവത്തെ അറിഞ്ഞ് വളർന്നു വരുവാൻ ഇടയായി. അങ്ങനെ മോശയുടെ പെങ്ങൾ മിരിയാമും ഇസ്രായേലിൻ്റെ വിടുതലിനായി ദൈവം പ്ലാൻ ചെയ്ത പദ്ധതിയിൽ പങ്കാളിയായി. സകല യഹൂദന്മാരെയും അബാലവൃത്തം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൊന്നുമുടിക്കുന്നതിനും അവരുടെ വസ്തുവകകൾ കൊള്ളയിടുന്നതിനുമുള്ള കൽപ്പന ശൂഷൻ രാജാവിൽ നിന്ന് ഉണ്ടായപ്പോൾ തൻ്റെ ജനത്തിനു വേണ്ടി ജീവനെ പോലും ഭയക്കാതെ രാജസന്നിധിയിൽ ചെന്ന് ജനത്തിൻ്റെ വിടുതലിനായി യാചിച്ച സ്ത്രീയാണ് എസ്തേർ. രാജാവ് വിളിച്ചിട്ടല്ലാതെ ആർക്കും ചെല്ലുവാൻ സാധിക്കില്ല എന്ന നിയമം ലംഘിച്ച് രാജപത്നിയായ എസ്തേർ, ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി രാജസന്നിധിയിൽ അപേക്ഷയുമായി നിന്നതിൻ്റെ ഫലമായി യഹൂദന് ലഭിച്ച വലിയൊരു വിടുതലിനെ കുറിച്ച് എസ്തേറിൻ്റെ പുസ്തകം 4-5 അധ്യായങ്ങളിൽ വായിക്കുന്നു. ജീവനെ ഭയക്കാതെ ധീരതയോടെ പ്രവർത്തിച്ച എസ്തേറിനെയാണ് ഈ വചനഭാഗത്ത് കാണുന്നത്. രാഷ്ട്രീയ നേതൃത്വം മാത്രമല്ല, ആത്മീയ നേതൃത്വവും നൽകിയ സ്ത്രീകളെക്കുറിച്ചും തിരുവചനം സാക്ഷിക്കുന്നുണ്ട്. റോമർ 16:1 മുതൽ വാക്യങ്ങളിൽ കർത്താവിൻ്റെ പ്രവൃത്തികളിൽ പങ്കുചേർന്ന സ്ത്രീകളെക്കുറിച്ച് വിവരിക്കുന്നു. കെങ്കറിയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായ ഫേബ, റോമർ 16:1. സഭയുടെ ശുശ്രൂഷക എന്ന് പറയുമ്പോൾ സഭയ്ക്ക് നേതൃത്വം നൽകിയവൻ. ഭവനം തന്നെ സഭ ശുശ്രൂഷയ്ക്കായി വിറ്റുകൊടുത്ത പ്രിസ്കയും അക്കില്ലാവയും, റോമർ 16:3-5 വാക്യങ്ങൾ. ഇവർ പൗലോസിൻ്റെ പ്രാണനു വേണ്ടി തങ്ങളുടെ കഴുത്ത് വെച്ചു കൊടുത്തവരാണ്. കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ച മറിയ, 16:6. അപ്പോസ്തല പ്രവൃത്തി 16-14-15 വാക്യങ്ങളിൽ രക്താംബര വ്യാപാരിയായ ലുദിയ എന്ന സ്ത്രീയുടെ ശുശ്രൂഷയെക്കുറിച്ച് വായിക്കുന്നു. തങ്ങളുടെ വസ്തുവകകൾ കർത്താവിൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിന് വേണ്ടി നൽകിയ സ്ത്രീകളായിരുന്നു മഗ്ദലക്കാരത്തി മറിയയും യോഹന്നയും ശൂശന്നെയും. ലൂക്കോസ് 8:1-3 വരെ. ഒരു വെങ്കൽ ഭരണിയിൽ ഉണ്ടായിരുന്ന വിലയേറിയ പരിമള തൈലം മുഴുവൻ യേശുവിൻ്റെ തലയിൽ ഒഴിച്ച പേര് പറയാത്ത സ്ത്രീയെക്കുറിച്ച് മത്തായി 28:6 മുതൽ വാക്യങ്ങളിൽ വായിക്കുന്നു. ജീവനെ പോലും ഭയപ്പെടാതെ കർത്താവിന് വേണ്ടി അധ്വാനിച്ച ഈ സ്ത്രീകളെ പോലെ പ്രവർത്തിപ്പാൻ വിളിക്കപ്പെട്ടവരാ നാം എല്ലാവരും. ഒരുപക്ഷേ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടേക്കാം.
വസ്തുസമ്പത്തുകളില്ലാതാകാം, സകലരാലും ഉപേക്ഷിക്കപ്പെട്ടേക്കാം. എങ്കിൽ തന്നെയും തളരാതെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സമർപ്പിക്കാം. കർത്താവിന് വേണ്ടി നമ്മളുടെ ഭവനങ്ങൾ വിട്ടുകൊടുക്കാം. ഭവനങ്ങൾ പ്രാർത്ഥനയ്ക്കായി തുറന്നു കൊടുക്കാം. സഭാ ശുശ്രൂഷകന്മാർക്ക് കൈത്താങ്ങലുകൾ നൽകാം. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ എനിക്ക് സമയമില്ല, യോഗ്യതയില്ല എന്നൊക്കെ നാം ചിന്തിച്ചേക്കാം. യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന ശമര്യ സ്ത്രീയാണ് മശിഹായെ കണ്ടെത്തിയിരിക്കുന്നുവെന്ന് വാർത്ത പട്ടണത്തിൽ അറിയിപ്പാൻ ചുമതലപ്പെടുത്തിയത്. യാതൊരു യോഗ്യതയുമില്ലാതിരുന്ന മറിയയ്ക്കാണ് ഉയർപ്പിൻ്റെ ദർശനം നൽകി യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വാർത്ത ശിഷ്യന്മാരെ അറിയിക്കുവാൻ നിയോഗം നൽകിയത്. കർത്താവിന് നമ്മളുടെ കഴിവും ധനവും സൗന്ദര്യവും ഒന്നും വേണ്ട. പിന്നെയോ കർത്താവിനായി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് ആവശ്യം. കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനുള്ള യോഗ്യതയുടെ മാനദണ്ഡം സമർപ്പണം ഒന്നു മാത്രമാണ്. ഉയർത്ത കർത്താവ് മറിയയ്ക്ക് നൽകിയ നിയോഗം, ഗോ ടെൽ മൈ ബ്രദേഴ്സ്, യോഹന്നാൻ 20:17. കർത്താവിനെക്കുറിച്ച് പോയി പറയുവാനുള്ള നിയോഗം നമുക്ക് നൽകിയിരിക്കുന്നു. ഈ നിയോഗം ഏറ്റെടുത്ത് നമുക്ക് അവൻ്റെ സാക്ഷികളാകാം. കർത്താവേ, നിന്റെ നിയോഗം ഏറ്റെടുത്ത് ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു. ആമേൻ. മറിയമേ, എന്നെ തടയേണ്ട, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്കു പോകുന്നു. എന്റെയും നിങ്ങളുടെയും പിതാവിൻ്റെ അടുത്തേക്ക്, നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുക്കലേക്ക്. നീ ഇതു ചെന്ന് അവരോട് പറ.